ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്? ആരാ? എന്താ വേണം? അല്ല സാറേ, ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലയോ? പെണ്ണുങ്ങള്? അതെ, പിരിവിന് വല്ലതും വന്നതാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് 5 പൈസാരും പിരിവിന് കൊടുക്കാറില്ലേ? അയ്യോ, ഞാൻ പിരിവിനും കിരിവിനും ഒന്നും വന്നതല്ല. എന്നെ കണ്ടറിഞ്ഞൂടായോ? കുടുംബത്തിൽ പറഞ്ഞാന്ന്. അയ്യോ, കുടുംബത്തിൽ പറഞ്ഞവരാരും ഒന്ന് പിരിവിന് ഇറങ്ങൂലേ? നിങ്ങളെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, സാറേന്നൊന്ന് വിളിച്ചെന്നും പറഞ്ഞ് അങ്ങ് കേറി കേറി പോവുകയൊന്നും വേണ്ട. കാര്യം പോയില്ലല്ലോ, ഞാൻ അവിടെ നിൽക്കല്ലേ. ആ, ഞാന് പശ്മള ചേച്ചി പറഞ്ഞിട്ട് വന്നതാ പൈങ്കിളി കൊച്ചിനെ നോക്കാൻ. ഓ, അത് ശരി. എന്നാ പിന്നെ ആദ്യമേ പറയണ്ടേ? പൈങ്കൂസ് പറഞ്ഞായിരുന്നു വീട്ടു ജോലിക്കൊക്കെ ഇന്ന് ഒരാൾ വരുമെന്ന്. ഹലോ, വീട്ടുജോലിയല്ല, പ്രഗ്നൻസി കെയർ. ഓ, ആ, നിങ്ങളുടെ പേരെന്തോന്നു? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് പേരിട്ടില്ലേ ഇതുവരെ? ആ, പേരൊക്കെ ഇട്ടു. എന്നാ പറ. ദമയന്തി. ഓ, എന്നെ അറിയാവുന്നവരൊക്കെ ദാമൂന്ന് വിളിക്കും. ആ ദമയന്തിനെ വിളിക്കുന്നുള്ളൂ. ഇവിടെ ആർക്കും അറിഞ്ഞൊന്നും കൂടെ നിങ്ങളെ. അതോടെ കയറി ചെല്ല്. അതെ സാറേ, ഈ വിമാനം പറത്തി നടന്ന ഒരു ഉണ്ണുണ്ണി ഉണ്ടല്ലോ, അത് സാറാന്നോ? ഉണ്ണുണ്ണി അല്ല, കുഞ്ഞുണ്ണി. അത് ഞാൻ തന്നെ. ആ, എന്തോ ഉണ്ണി ആയാലും ഒരു പൊങ്ങച്ച പഠിക്കുന്ന ഒരു ഉണ്ണി ഇവിടെ ഉണ്ടെന്ന് പശ്മള ചേച്ചി പറഞ്ഞായിരുന്നു. പൈങ്കിളി കൊച്ചിന്റെ മുറി എവിടാ? അതോടെ കയറി ചെന്നാൽ ഇടതുവശത്തിരിക്കുന്ന മുറി. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. പശ്മള ചേച്ചി. ഭക്ഷണത്തിന് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ? അരുണേഷേ, ഇത് അങ്ങോട്ടുള്ള വഴി, ഇത് ഇങ്ങോട്ടുള്ള വഴി. നീ ഈ വഴി കറക്റ്റ് കണക്ട് ചെയ്ത് ഇവിടെ തന്നെ വരണം. അമ്മാര് വരുമ്പോഴത്തേക്ക് നീ ബ്ലോക്ക് ചെയ്താൽ മതി. ഞാൻ ഈ വഴി അല്ലാതെ വേറെ ഏതെങ്കിലും വഴി കറങ്ങി ഇവിടെ വരാം. ഞാൻ വേറെ ഏതെങ്കിലും വഴി കറങ്ങി ഇവിടെ വരാം. അത് പറ്റത്തില്ല. നീ വേറെ ഏതെങ്കിലും വഴി വന്നിട്ടേ ആ വഴിയിൽ നീ സമയത്ത് എത്തില്ലെങ്കിലേ അമ്മാരെ അടി മേടിച്ചു കൂട്ടാ എനിക്ക് വയ്യ. എന്റെ പൊന്ന അരുണേഷേ, നീ ഇങ്ങനെ പേടിക്കാതെ ഈ സമയത്ത് കുറച്ച് ധൈര്യം കാണിക്കണ്ടേ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്റെ മേല് നൊന്താലേ നീ പറഞ്ഞ മേപ്പുണ്ടല്ലേ, ആ വഴി കൂടെ ഞാൻ ഓടും. ആ, എനിക്കറിയായിരുന്നു. പക്ഷെ ആ വഴി കൂടെ തിരിച്ചു പോകാൻ പറ്റത്തില്ല, ബ്ലോക്കാ. അപ്പോൾ നീ എനിക്കിട്ട് പണിഞ്ഞതാണോ? എടാ, ഞാൻ പണിയൊന്നുമല്ല. എനിക്ക് എന്തായാലും വരെ തിരിച്ചടിക്കണം. ഇത് എന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എടാ, ചേട്ടത്തിയുടെ പേര് പറഞ്ഞ് വർഷാപ്പിൽ പോയിട്ടേ ഈ അടി എരന്ന് മേടിച്ചതിനാണ് അവന്റെ ആത്മാഭിമാനം. എന്താ ആത്മാഭിമാനം? എനിക്ക് എന്തായാലും തിരിച്ചടിക്കണം, തിരിച്ചടിച്ചേ പറ്റൂ. നീ എന്റെ കൂടെ നിൽക്കണം. പക്ഷെ എന്താടാ എടാ, എന്താടാ? ഞാൻ ഒന്നുമില്ല, എക്സ്കുണ്ടല്ലേ? എക്സ്കുണ്ട നമ്മളെ നാട്ടിലെ എക്സ്കുണ്ടൊക്കെ പെട്ടിയുടെ അകത്താണ്. ഓ, പെട്ടിയുടെ അകത്ത് ഇതല്ലേ? അല്ലേന്നു? നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ഇതിനേതാ? അവരെ ഇവരെന്നൊക്കെ വിളിച്ചോണ്ടല്ലോ സ്വഭാവം മാറും കേട്ടോ. പിന്നെ എന്തെന്ന് വിളിക്കണം? പിന്നെന്തെന്ന് വിളിക്കണം? ഞാൻ ദമയന്തി. മനസ്സിലായി, എനിക്കൊരു പേരുണ്ട്. ആ, ഞങ്ങളിപ്പോ മന്തി കഴിക്കണം. എന്താണ് ഇവിടെ എന്റെ റൂമിൽ ഒന്ന് കയറിയിട്ട് ഞങ്ങളുടെ ആരാന്ന് ചോദിക്കുന്നു? അച്ഛാ, അച്ഛാ വിളിച്ചു കൂവണ്ട. ഞാനേ പൈങ്കിളി കൊച്ചിനെ കാണാൻ വന്നതാ. പൈങ്കിളി കൊച്ചിന്റെ റൂം ഏതാ? ആ, അത് പറ ചേച്ചി. നേരെ പോയിട്ട് ലെഫ്റ്റ് പോയിട്ട് 2ാമത്തെ റൂമിന്റെ അവിടെയാണ് റൂം. നീ ഏതാടാ കൊച്ചനെ? ഞാൻ എന്റെ ഫ്രണ്ട്. കൂട്ടുകാരൻ ഇവിടുത്തെ വഴിയും വാതിലും ഒക്കെ നല്ല നിശ്ചയമാണല്ലോ. നിനക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലയോ? വീട്ടിൽ പോക്കൊന്നും ഇല്ലയോ? എന്നാ വീട്ടിൽ പോ. ഇതിലല്ലേ ഓരോന്നിറങ്ങിക്കോളും. എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ അറിയാം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ